പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 24 തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 29 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 29 നാം ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഒരു പ്രവൃത്തി രണ്ട് കൂട്ടർ ചെയ്തപ്പോൾ രണ്ട് വിധത്തിലുള്ള ഫലങ്ങളാണ് ഉണ്ടായത്. ഈ വാക്യം വായിച്ച് കേട്ടപ്പോൾ തന്നെ ഇതിന്റെ പശ്ചാത്തലം നമുക്കേവർക്കും അറിയാവുന്നതാണ്. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു, 430 വർഷത്തെ ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമ്യ അടിമത്വത്തിന് ശേഷം ദൈവം മോശ മുഖാന്തരം അവരെ വിടുവിച്ച് മിസ്രൈമിൽ നിന്നും യാത്രയാവുന്നു. അവരുടെ പുറപ്പാട് ആരംഭിക്കുന്നു. അതെ, അവർ ചെങ്കടലിന്റെ മുൻപിൽ എത്തിയപ്പോൾ പതിവ് പോലെ ഇസ്രായേൽ ജനം മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറുപിറുക്കുന്നു. മോശ വിശ്വാസത്തോടെ പറയുന്നു, ഇന്ന് നിങ്ങളൊരു വലിയ കാഴ്ച കാണുവാൻ പോകുകയാണ്. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഇന്ന് കാണും. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ കാണുകയില്ല. അതെ, അതുപോലെ ദൈവം സംഭവിപ്പിക്കുന്നു. മോശ ദൈവസന്നിധി കരഞ്ഞെന്നെ പറയുകയാണ്, മോശയെ നീ എന്തിനാ കരയുന്നത്? മുൻപോട്ട് വെച്ച കാല് മുൻപോട്ട് പോവുക. അങ്ങനെ ഇസ്രായേൽ ജനം ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് മറുകര കടന്നു. അവരെ പിന്തുടർന്നു വന്ന ഫറവോന്റെ വിശേഷപ്പെട്ട രഥം ഉൾപ്പെടെ വലിയൊരു പടയാളിപ്പട അതേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. അതിന്റെ കാരണം ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ഇസ്രായേൽ ജനം ഇറങ്ങി ഒരു കുളമ്പ് പോലും ചെങ്കടലിൽ ശേഷിക്കാതെ മറുകര എത്തിയപ്പോൾ ചെങ്കടലിനെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും മിസ്രൈമ്യർ മുങ്ങിപ്പോവുകയും ചെയ്തു. എബ്രായ ലേഖനം 11 അധ്യായം വിശ്വാസ വീരന്മാരുടെ നീണ്ട പട്ടിക നിലകൊള്ളുന്നതാണ്. ദൈവമക്കളെ, ഇന്നത്തെ ധ്യാനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്ത, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസത്തോടെ ദൈവത്തിലുള്ള പരിപൂർണ അർപ്പണത്തോടെ ഇറങ്ങിത്തിരിച്ചാൽ ചെങ്കടൽ നമ്മുടെ മുമ്പിൽ ഇരുകരയായി മാറി നിൽക്കും. ദൈവജനത്തെ പേടിപ്പിക്കുവാനും പിടിച്ചടക്കുവാനും തകർക്കുവാനും വന്ന ആ മിസ്രൈമ്യർക്ക് അത് ഒരു വലിയ ശാപമായും മാറുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്: ഞാനും നിങ്ങളും ഇസ്രായേല്യരാണോ മിസ്രൈമ്യരാണോ? ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ഒരു പ്രശ്നത്തിലാണ്, നമ്മുടെ ഒരു വിഷമസന്ധിയിലാണ്, നാം നേരിടേണ്ടി വരുന്ന ചെറുതോ വലുതോ ആയ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ ആണ് നാം ഇത് തിരിച്ചറിയുന്നത്. ഒരു ഇസ്രായേലിനാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ മുൻപിൽ ഹുങ്കാര ശബ്ദമുയർത്തിക്കൊണ്ട്
വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പാകെ പ്രാർത്ഥനയോടെ നടന്നു നീങ്ങും. അല്ല, ഞാനും നിങ്ങളും പറയുന്നുടനെ ഇസ്രയേലിനും വിശ്വാസത്തിലും പ്രവൃത്തിയിലും മിസ്രൈമിനുമാണെങ്കിൽ നിശ്ചയമായും ആ പ്രശ്നത്തിൽ മുങ്ങിപ്പോകും, തകർന്നു പോകും. അതാണ് അനേകർ തകർന്നു പോകുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശ്വാസമെന്നും ആത്മീയതയെന്നും ക്രിസ്തീയ ജീവിതമെന്നും ക്രിസ്ത്യാനിറ്റി എന്നും പറഞ്ഞു നടക്കുവാനും കൊട്ടിഘോഷിക്കുവാനുമുള്ളതല്ല. മറിച്ച് നമ്മുടെ മുമ്പിൽ ചെങ്കടലും യെരിഹോവും യോർദാനുമൊക്കെ വളരെ ശക്തമായി നിലകൊള്ളുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കും, മറുകര കടക്കും എന്ന് ജീവിതത്തിൽ തെളിയിക്കുവാനും അന്വർത്ഥമാക്കുവാനും ഉള്ളതാണ്. ആ നിലകളിൽ ഞാനും നിങ്ങളും വിജയിക്കുന്നവരാണോ, അക്കരെ കടക്കുന്നവരാണോ, അതോ മിസ്രൈമ്യരെ പോലെ മുങ്ങിപ്പോകുന്നവരാണോ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ പല വിഷയങ്ങളാൽ വ്യാകുലപ്പെട്ട് തകർന്ന് മനം നൊന്ത് ഇരിക്കുന്നവരായിരിക്കാം. അതിന്റെ കാര്യകാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു കാര്യം ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം നിങ്ങൾ തീരുമാനിക്കണം. ഈ പ്രശ്നത്തിൽ ഞാൻ മുങ്ങി താണു പോകുമോ, അതോ ഈ പ്രശ്നത്തെ ഞാൻ അതിജീവിച്ച് എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം ഞാൻ മറുകര എത്തുമോ? ഇതിന്റെ ഉത്തരം അവരവർ കണ്ടെത്തേണ്ടതാണ്. പ്രിയ ദൈവജനമേ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും ഇന്നിന്റെ ഭാരമേറിയ വിഷയത്തിലേക്കും തിരിഞ്ഞു നോക്കുക. ആ വിഷയത്തോട് പറയുക, എന്റെ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്തോടെ ചെങ്കടൽ കടന്നുവെങ്കിൽ അവരെ പിടിക്കുവാനും തകർക്കുവാനും വന്ന ശത്രു സൈന്യത്തെ അതേ ചെങ്കടൽ മുക്കിക്കളഞ്ഞുവെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രശ്നത്തെ നേരിടും, അതിജീവിക്കും, വിജയശ്രീലാളിതരായി മുൻപോട്ട് പോകും. എന്നെ പിടിച്ചടക്കുവാനും തകർക്കുവാനും എന്റെ പിന്നാലെ ഭയപ്പെടുത്തുവാനും പിന്തിരിപ്പിക്കുവാനും എന്നെ ഇല്ലായ്മ ചെയ്യുവാനും പുറപ്പെട്ടിരിക്കുന്ന മിസ്രൈമ്യരെ അതേ ചെങ്കടലിൽ എന്റെ തമ്പുരാൻ മുക്കിക്കളയും. ഇത് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ നിശ്ചയമായും തമ്പുരാൻ മനസ്സലിയും. അതെ, വേദനയുടെയും നിരാശയുടെയും സങ്കടത്തിന്റെയും പലവിധ ക്ലേശങ്ങളുടെയും മുൻപാകെ പകച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പകച്ചു നിൽക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അക്കരെ എത്തിക്കുവാൻ എന്നെ നിങ്ങളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും കടലിന്റെ നടുക്ക് തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. കൂട്ടുകാർ, വീട്ടുകാർ, പ്രിയപ്പെട്ടവർ, കൂട്ടായ്മക്കാർ, ഇവരൊക്കെ നമ്മളെ കടലിന്റെ നടുക്ക് തള്ളിക്കളയും, ഒറ്റപ്പെടുത്തും. മുക്കിക്കളയുവാൻ പല പദ്ധതികൾ ചൊരുക്കൂട്ടും. എന്നാൽ ഞാനും നിങ്ങളും ഈ പറയുന്ന കയങ്ങളിൽ മുങ്ങാതെ വണ്ണം അക്കരെ കടക്കുവാൻ, അക്കരെ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാ. കാരണം എന്നെ നിങ്ങളെ വിളിച്ചത് കനാൻ നാട്ടിൽ എത്തുവാൻ വേണ്ടിയാ. ചെങ്കടലിൽ മുങ്ങുവാനും മിസ്രൈമ്യ സൈന്യത്തിന് പിന്നെയും ഇരയായി തീരുവാനുമല്ല, എത്തേണ്ടടുത്ത് എത്തേണ്ടതിനാണ്. ഇന്ന് നിങ്ങൾ ചില വിഷയങ്ങൾ ദൈവസ്ഥനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മാതാപിതാക്കളോ സഹോദരങ്ങളോ എന്റെ യുവജന സുഹൃത്തുക്കളോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മുമ്പിൽ ചില വെല്ലുവിളികളുണ്ട്, ചില ചെങ്കടലുകളുണ്ട്.
എങ്ങനെ ഞാൻ മറുകര കടക്കും? ഈ വിഷയത്തെ എങ്ങനെ ഞാൻ അതിജീവിക്കും? ഞാൻ എന്നാൽ ആവുന്നവണ്ണം പ്രവർത്തിച്ചു, അധ്വാനിച്ചു, പണം മുടക്കി, പക്ഷേ യാതൊരു ഫലവുമില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെയുള്ള ചോദ്യമായി ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുവോ? പ്രിയ സഹോദര, സഹോദരി, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏതു വിഘ്നത്തെയും ഏതു ഘോരമായ പ്രശ്നത്തെയും നിശ്ചയമായും വെട്ടിമാറ്റി പുതിയ പാത തുറന്നു തന്ന് അക്കരെ എത്തിക്കുവാൻ മതിയായവനാ. ആ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ പരിപൂർണ വിടുതലും വിജയവും തമ്പുരാൻ നൽകി തരട്ടെ. എല്ലാ നന്മകളും ഇന്ന് തമ്പുരാൻ നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ. നിങ്ങൾക്കെതിരെ വളരെ ശബ്ദമുയർത്തി തകർത്ത് പിച്ച് ചീന്തുവാൻ ഓടി വരുന്ന മിസ്രൈമ്യർ ചെങ്കടലിൽ മുങ്ങുവാൻ തമ്പുരാൻ വഴിയൊരുക്കും. അതുകൊണ്ട് ശത്രുവിനെയോ അവന്റെ ആരവാരവത്തെയോ അവന്റെ പടക്കൂട്ടത്തെയോ കണ്ട് ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. അത് നിഷ്പ്രയാസം നിമിഷത്തിനുള്ളിൽ ചെങ്കടലിൽ മുങ്ങാനുള്ളതാണ്. പക്ഷേ നിങ്ങളോ എത്തേണ്ടടുത്ത് എത്താനുള്ളവരും. ഈ വിശ്വാസത്തോടെ, ഈ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശത്രു ഞങ്ങളുടെ പിന്നാലെ വന്ന് വിടുകയില്ല, വിടുതൽ നൽകുകയില്ല, തകർത്ത് കളയും എന്ന് പിന്നെയും പിന്നെയും തന്റെ വലിയ പേര് മുഴക്കുമ്പോൾ, ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വഴികളും അടയുമ്പോൾ തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കുമെന്നും ആ പുതുവഴി ഞങ്ങൾക്കൊരു വലിയ വിടുതലായി തീരുവാൻ, വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വഴി ഒരു വലിയ വിടുതലാവുകയും ഞങ്ങളുടെ ശത്രുവിനെ തമ്പുരാൻ അതിൽ തന്നെ തകർത്ത് കളയുകയും ചെയ്യുന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ അത്ഭുത വിടുതൽ ഇത് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇന്നിലേക്ക്, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങുന്ന കർത്താവേ, അവിടുന്ന് ഇടപെടണം, പ്രവർത്തിക്കണം, ജയം നൽകണം. സ്വർഗീയ കൃപ ഞങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ദൈവം നമ്മളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും തമ്പുരാൻ കൂടെ നിന്ന് അക്കരെ എത്തിക്കും. നമ്മളെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും എത്ര വലിയ ശക്തർ ഏതെല്ലാം നിലകളിലും തലകളിലും ഇറങ്ങിത്തിരിച്ചാലും നമ്മുടെ അടുക്കൽ എത്തിക്കാതെ, നമ്മളെ തൊടാതെ അവരെ എങ്ങനെ തകർക്കണമെന്ന് തമ്പുരാൻ അറിയാം. അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട. തമ്പുരാൻ ആ കാര്യം നോക്കിക്കൊള്ളും. നാം മുൻപോട്ട് വെച്ച കാൽ പ്രാർത്ഥനാപൂർവം മുൻപോട്ട് പോവുക. ഈ ജീവജലം ശ്രവിക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ ചെങ്കടൽ സമാനമായ ശോധനകളും അപ്പൻ വിടുതൽ നൽകി എത്തനടുത്ത് എത്തിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.